ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളറിയാത്ത പല കാര്യങ്ങളും ഫോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാണ് ഒളിഞ്ഞിരിപ്പുള്ളത് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളുടെ മൊബൈലിലും ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിന്നത്തെ വീഡിയോ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ തന്നെ സിങ്ക് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ യുവർ സിങ്ക്ഡ് ഡാറ്റ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഈ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈലിൽ എത്രത്തോളം ഹിസ്റ്ററി സേവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബുക്ക് മാർക്ക്, ഞാനിവിടെ ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് 6 സംഭവങ്ങളാണ്. നിങ്ങളുടെ മൊബൈലിൽ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ റീഡിംഗ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഓപ്പൺ ടാബ് ഇവിടെ 17 ടാബുകൾ ഞാൻ ഈ ഗൂഗിൾ ക്രോമിലൂടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഭാഗത്ത് 50 സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് ലൈക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്തത്, അല്ലെങ്കിൽ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്സ്, അതൊക്കെ കൂടിയാണ് ഇവിടെ 50 അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഭാഗം നമുക്ക് കാണുന്നത്. പിന്നെ തൊട്ട് താഴെ നിങ്ങൾ നോക്കൂ, പാസ്വേഡ്സ് എന്ന ഭാഗത്ത് ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുള്ളത് 58 സംഭവങ്ങളിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു നീല കളറിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗത്ത് 47 സെറ്റിങ്സുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ക്രോമിൽ തന്നെ. അതുപോലെ തന്നെ ആപ്സ് എന്ന ഭാഗത്ത് ഇപ്പോൾ ഗൂഗിൾ ക്രോം വഴി ഞാനൊരു ആപ്സും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ 0 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ എന്ന ഭാഗത്തും 0 ആണ്, തീംസ് എന്ന ഭാഗത്തും 0 ആണ്. നിങ്ങളുടെ മൊബൈലിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു വന്നതായിരിക്കില്ല, ഒരുപാട് ഡാറ്റകൾ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ടാകും. ഇനി ഗൂഗിൾ ക്രോം സംബന്ധമായിട്ടുള്ള ഡാറ്റകളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ താഴെ ക്ലിയർ ഡാറ്റ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മൊത്തം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് സൈറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ, ഞാൻ പാസ്വേഡ് കൊടുത്ത സംഭവങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ക്ലിയർ കൊടുക്കുന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് ഡാറ്റകൾ സേവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.